ഒരു മെഷീൻ കൊണ്ട് നമുക്ക് മൂന്ന് രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു മെഷീൻ അതിനെ എങ്ങനെ മൂന്ന് തരത്തിൽ ഉപയോഗിച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാം, മൂന്നും വേണമെങ്കിൽ ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ്സിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു മെഷീൻ. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ വീഡിയോകളിൽ പല ആളുകളും വരാറുണ്ട്, നല്ല അഭിപ്രായം, ചീത്ത അഭിപ്രായം എല്ലാം പറയാറുണ്ട്. എന്നാൽ വീഡിയോ കാണുന്നവരിൽ മുക്കാൽ പങ്കാളുകളും ഒരു ലൈക്ക് പോലും ചെയ്യാതാണ് മുമ്പോട്ട് പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ആ സമയത്ത് തന്നെ ഒരു ലൈക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ്. തീർച്ചയായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ലൈക്കുകളിൽ കൂടെയാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തപ്പെടുന്നത്. അത് നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ തന്നെ പറ്റുമെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഞാനിവിടെ പറഞ്ഞ ഒരു മെഷീൻ ഒരു പാക്കിംഗ് മെഷീനാണ്. സാധാരണഗതിയിൽ സ്പൈസസ് ഉണ്ടാക്കുന്നവർ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നവർ, ഇല്ലെങ്കിൽ ഹോൾസെയിൽ ചെയ്യുന്നവർ, മാനുഫാക്ചർ ചെയ്യുന്നവർ, അവർക്ക് ഈ മെഷീൻ അത്യന്താപേക്ഷിതമാണ്. വളരെ റേറ്റ് കുറഞ്ഞ ഒരു മെഷീനാണ് എന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള പൊടികൾ എല്ലാം ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് ഉണ്ടെങ്കിൽ, ചെറുകിട മാനുഫാക്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ മെഷീൻ കൊണ്ട് ഉപയോഗമുണ്ട്. ഇനി അത് കൂടാതെ തന്നെ മറ്റുള്ളവരുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് നമ്മളുടെ ഏരിയയിൽ ഇത്തരത്തിലുള്ള ചെറുകിട യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവര് കൈകൊണ്ടാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് തുച്ഛമായ തുകയിൽ അവരോട് നമുക്ക് കോൺട്രാക്ട് എടുക്കാൻ പറ്റും. ഞങ്ങൾ പാക്ക് ചെയ്ത് തരാം, ഞങ്ങൾക്ക് ഇത്ര രൂപ ജോബ് വർക്കായിട്ട് എടുക്കാൻ പറ്റും. അത് നമുക്ക് ഈ മെഷീൻ കൊണ്ട് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം അവർക്ക് അത് അഫോർഡ് ചെയ്യാനുള്ള ഒരു കഴിവില്ലെങ്കിൽ അവർ നമുക്ക് തരും. തീർച്ചയായിട്ടും അവരുടെ പാക്കിങ് അടിപൊളിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യം. അത് നമ്മൾ ചെയ്തിരിക്കും. മൂന്നാമത്, നിങ്ങൾക്ക് അല്പം നല്ല രീതിയിൽ പണമുള്ള ആളാണെങ്കിൽ, ബജറ്റുള്ള ആളാണെങ്കിൽ, ഇത്തരം മെഷീനുകൾ കേരള മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതിന് നമുക്ക് ഡീലർഷിപ്പ് എടുക്കാൻ പറ്റും. വലിയ കമ്പനികളുമായിട്ട് ടൈഅപ്പ് ചെയ്തിട്ട് നമുക്ക് ഡീലർഷിപ്പ് എടുത്തിട്ട് ഈ പ്രോഡക്റ്റുകൾ, ഈ മെഷീനുകൾ കേരള മാർക്കറ്റിൽ അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്ന് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഒരു മെഷീനാണ് ഞാൻ കാണിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏത് മെഷീനിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഏതാണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെഷീനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മെഷീന്റെ പ്രവർത്തനം ഒന്ന് ആദ്യം കണ്ടു നോക്കാം. മെഷീന്റെ പ്രവർത്തനം കണ്ടു. നമുക്ക് മാല പോലെ ഇതുപോലെ പ്രോഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എപ്പോഴും ഒരു പ്രോഡക്റ്റിന്റെ പാക്കിംഗ് അടിപൊളിയാണെങ്കിൽ അവിടെ തന്നെ പകുതി ശതമാനം അത് വിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അട്രാക്ട് ചെയ്യുന്നത് എപ്പോഴും പാക്കറ്റാണ് ആദ്യമേ തന്നെ. അപ്പോൾ ഈ മെഷീൻ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്തായിരിക്കും വില എന്ന് നോക്കാം. ഇവിടെ നമ്മൾ സ്മോൾ പൗച്ച് പാക്കിംഗ് മെഷീൻ ആണ് നോക്കുന്നത്. പലതരത്തിലുള്ള മെഷീൻ ഇവിടെ അവൈലബിൾ ആണ്. 3.9 ലക്ഷത്തിന്റെ മെഷീൻ ഉണ്ട്, 1.75 ലക്ഷത്തിന്റെ മെഷീൻ ഉണ്ട്, 1 ലക്ഷത്തിന്റെ മെഷീൻ ഉണ്ട്, 1.1 ലക്ഷത്തിന്റെ മെഷീൻ ഉണ്ട്, 4.5 ലക്ഷത്തിന്റെ മെഷീൻ ഉണ്ട്, 1.5 ലക്ഷത്തിന്റെ മെഷീൻ, 1.25ന്റെ മെഷീൻ, 1.35ന്റെ മെഷീൻ. അതായത് ഈ റേഞ്ചിലാണ്, ഒന്നിനു മുകളിലാണ് ഈ മെഷീന്റെ ഒരു വില വരുന്നത്. അതിനകത്ത് ഫാർ ബെറ്റർ എന്ന് തോന്നുന്ന ഒരു മെഷീൻ മാത്രമേ ഞാൻ എടുത്ത് കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് തന്നെ കയറി കാണാവുന്നതാണ്, അതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ഓട്ടോമാറ്റിക് സ്മോൾ പൗച്ച് പാക്കിംഗ് മെഷീനാണ്, 1.5 ലക്ഷത്തിന്റെ മെഷീനാണ്. ഇത് മോഡേൺ ഫ്ലെക്സി പാക്കിംഗ് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ്, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്തയാണ്. ഇവിടെ 100 ഗ്രാം തൊട്ട് 500 ml വരെ, ഇല്ലെങ്കിൽ 500 ഗ്രാം വരെയുള്ള പൗച്ചുകളാണ് ഇവിടെ പാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക് രണ്ട് സിസ്റ്റം ഉണ്ട്. പാക്കിംഗ് മെഷീനാണ്, സ്മോൾ പൗച്ച് ആണ് ഇതിൽ പാക്ക് ചെയ്യപ്പെടുന്നത്. അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റ്
മെഷീനുകൾ ഇവിടെ കാണുന്നുണ്ട്. 1.5 ലക്ഷത്തിന്റെ, 3 ലക്ഷത്തിന്റെ, 9 ലക്ഷത്തിന്റെ, 4 ലക്ഷത്തിന്റെ ഒക്കെ മെഷീൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പരിശോധിക്കാം. നമ്മൾ ചെറുകിടക്കാരെ ഉദ്ദേശിച്ച് ചെറിയ മെഷീൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ മെഷീന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വായിച്ചു നോക്കുക. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മെഷീനോട് താല്പര്യമില്ല, എന്നാൽ നമ്മുടെ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുകയും വേണം എങ്കിൽ നമുക്ക് ബാങ്ക് സീലിംഗ് മെഷീൻ ഉണ്ട്. കുറഞ്ഞ എമൗണ്ടിൽ കിട്ടുന്ന 18,499, 17,999, 15 സംതിങ്, 13 സംതിങ് ഇതുപോലുള്ള ബാങ്ക് സീലിംഗ് മെഷീൻ നമുക്ക് ലഭ്യമാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് സീലിംഗ് മെഷീനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മെഷീന്റെ വീഡിയോ കണ്ടു, മെഷീന്റെ വില ഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് അവരുമായിട്ട് ബന്ധപ്പെടുക, ഇമെയിലിൽ ബന്ധപ്പെടുക, അവരോട് ഡീറ്റെയിൽ അയച്ചു തരാൻ പറയുക. എല്ലാ കാര്യങ്ങളും കൃത്യമാണെങ്കിൽ അവരെ പോയി കാണുക. അവിടെ പോയി കണ്ട് നമുക്ക് സാറ്റിസ്ഫൈ ആയി ഓക്കെ ആണ് മെഷീൻ, അതിന്റെ പ്രവർത്തനങ്ങൾ കാണുക. ഇനി അഥവാ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് വാങ്ങിക്കുക, അവിടെ പോയി കാണുക. ഇതിന്റെ പ്രവർത്തനം കൃത്യമാണ്, നല്ലതാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് നമുക്കൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ മെഷീൻ വാങ്ങിച്ചാൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ നമുക്ക് പാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ചുറ്റുപാടും ഇത്തരത്തിലുള്ള ചെറുകിടമായിട്ടുള്ള യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അയൽക്കൂട്ടങ്ങൾ, അങ്ങനെയുള്ള കുടുംബശ്രീ അങ്ങനെയുള്ള യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മെഷീൻ അഫോർഡ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ജോബ് വർക്കായിട്ട് സംഭവം ചെയ്യാൻ പറ്റും. അവർ പ്രോഡക്റ്റ് കൊണ്ട് നമ്മളുടെ യൂണിറ്റിൽ തരും, നമ്മളത് ജോബ് വർക്ക് ചെയ്യുന്നു, അവർ തന്നെ എടുത്തുകൊണ്ട് പോകും. നമുക്ക് കിട്ടുന്നത് ജോബ് വർക്കിന്റെ പൈസയാണ്. അതിലുള്ള ലാഭം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം കറണ്ട് ചാർജ് പോകും, നമ്മളുടെ എക്സ്പെൻസസ്, നമുക്ക് വർക്കേഴ്സിന്റെ ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പെൻസ്, എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിനൊരു നിശ്ചിത തുക ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു ഡീലർഷിപ്പ് വേണമെങ്കിൽ എടുത്ത് പ്രവർത്തിക്കാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം ചെയ്താലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അതുപോലെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് നമുക്ക് പരസ്യം കൊടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ആദ്യത്തെ കുറെ ക്ലയന്റുകളെ സംഘടിപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ വർക്ക് കൃത്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റുകൾ തനിയെ വന്നുകൊള്ളും. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പഠിക്കുക. ഇങ്ങനൊരു മെഷീന് നിങ്ങളുടെ അവിടെ സ്കോപ്പ് ഉണ്ടോ, ഇത് വാങ്ങി വെച്ചാൽ വർത്തിയാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങളുടെ ഡ്യൂട്ടി റെഫറൻസ് തരിക, കാര്യങ്ങളെ കുറിച്ച് പറയുക എന്നത് മാത്രമേ ഉള്ളൂ. ഈ കമ്പനികളുമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ടൈഅപ്പുമില്ല. നിങ്ങളാണ് റെസ്പോൺസിബിൾ അവരുമായിട്ടുള്ള ഡീലിംഗുകൾ എപ്പോഴും സുതാര്യമായിരിക്കണം, ബാങ്കുമായി മാത്രം നടത്തുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.